ഉത്സവങ്ങളിൽ പ്രദർശന വെടിക്കെട്ട് നടത്തുന്നതിന് നിയന്ത്രണങ്ങളോടുകൂടിയ പുതിയ മാർഗരേഖ കേന്ദ്രം നിർദ്ദേശിച്ചേക്കും. പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിക്കുന്ന കേന്ദ്ര സംഘം ആരാധനാലയങ്ങളുടെ ഭാരവാഹികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇത്തരമൊരു മാർഗരേഖ കേന്ദ്രത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചത്. സുരക്ഷയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻതൂക്കം നൽകുന്നതായിരിക്കും പുതിയ മാർഗരേഖ. പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദർശന വെടിക്കെട്ട് നടത്തുന്ന 6 ആരാധനാലയങ്ങളുടെ പ്രതിനിധികളിൽ നിന്നാണ് കേന്ദ്ര സംഘം മൊഴിയെടുത്തത്. തൃശൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, കുട്ടിയൻകാവ് പൂരം, പവറട്ടിപ്പള്ളി പെരുന്നാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കേന്ദ്ര സംഘവുമായി ചർച്ച നടത്തി. വെടിക്കെട്ട് ആചാരത്തിന്റെ ഭാഗമായതിനാൽ നിർത്താനാകില്ല എന്ന നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. എന്നാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനോട് എല്ലാവരും യോജിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദമായി വെടിക്കെട്ട് നടത്തുക, വർണ്ണാഭമായും അതേസമയം ശബ്ദം കുറവുമുള്ള ചൈനീസ് പടക്കങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക, ഇതിനായി ചൈനീസ് പടക്കങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള മാനദണ്ഡം ലഘൂകരിക്കുക, 6 ഇഞ്ചിൽ കൂടുതൽ വലിപ്പമുള്ള അമിട്ടുകൾ നിരോധിക്കുക, വെടിക്കെട്ട് നടത്താനുള്ള സമയക്രമം പുനർനിശ്ചയിക്കുക, ഇത്തരം നിർദ്ദേശങ്ങളാകും പ്രധാനമായി ചെന്നൈ എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി ചീഫ് AK യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുന്നോട്ട് വയ്ക്കുക. ഈ മാസം തന്നെ സംഘം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.